DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ പ്രമുഖ ബാങ്കുകൾ നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കുകൾ കുറഞ്ഞു വരികയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ മികച്ച വരുമാനത്തോടൊപ്പം നിക്ഷേപ തുകയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായതാണ് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയുള്ള പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ. 1 വയസ്സുള്ള കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർക്ക് വരെ ചേരാവുന്നതും വിവിധ രീതികളിൽ പലിശ വരുമാനം നൽകുന്നതുമായ മികച്ച സ്കീമുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മളടയ്ക്കുന്ന തുകയുടെ ഇരട്ടി തിരികെ നൽകുന്ന പദ്ധതിയും ഇതിൽ ഉൾപ്പെടും. മാത്രമല്ല, ഇപ്പോൾ പഴയതുപോലെ പോസ്റ്റ് ഓഫീസുകളിൽ നേരിട്ട് പോയി അല്ലെങ്കിൽ ഏജന്റുമാർ മുഖേനയൊക്കെ ഈ പദ്ധതികളിലേക്കുള്ള തുക അടയ്ക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ APPB മൊബൈൽ ബാങ്കിംഗ് ആപ്പ് ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഫോണിലൂടെയും സുകന്യ സമൃദ്ധി അക്കൗണ്ട്, PPF, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയുടെ ഗഡുത്തുകകൾ ഏത് സമയത്തും അടക്കാമെന്ന സൗകര്യവുമുണ്ട്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഇന്നത്തെ കാലത്ത് സമ്പാദ്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനൊപ്പം അതിൽ നിന്നും മികച്ചൊരു ലാഭം നേടിയെടുക്കാനും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. RBI റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്തിയതോടെ പല പ്രമുഖ ബാങ്കുകളുടെയും പലിശ നിരക്കുകൾ കുറവുണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണക്കാർക്ക് തങ്ങളുടെ പണം 100% സുരക്ഷിതമായി നിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച മാർഗമാണ് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ഗ്യാരണ്ടിയുള്ള പോസ്റ്റ് ഓഫീസ് ലഘുസമ്പാദ്യ പദ്ധതികൾ. ഇതിലാദ്യത്തേത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ആണ്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് എന്നത് സാധാരണ ബാങ്ക് അക്കൗണ്ടുകൾ പോലെ തന്നെ പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സാധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സുരക്ഷിതത്വമുള്ള ഒരു ജനപ്രിയ നിക്ഷേപ പദ്ധതിയാണ്. വെറും 500 രൂപ മാത്രം നൽകി ഏതൊരു വ്യക്തിക്കും ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നും മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുന്ന ഈ അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. സാധാരണ ബാങ്കുകൾ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് 2.5% മുതൽ 3% വരെയൊക്കെയാണ് പലിശ നൽകുന്നത്. എന്നാൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്ക് 4% എന്ന ഉയർന്ന വാർഷിക പലിശ നൽകുന്നുണ്ട്. മുതിർന്നവർക്ക് തനിച്ചോ 2-3 പേർക്ക് ചേർന്നോ ജോയിന്റ് അക്കൗണ്ടായോ ഇത് തുടങ്ങാം. കൂടാതെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്കും 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വന്തം പേരിലും ഈ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അടുത്തത് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് സമാനമായ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സുരക്ഷിതത്വത്തോടെയുള്ള വലിയൊരു തുക നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ആണ്. വെറും 1000 രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും ഒരാൾക്ക് ഒന്നോ അതിലധികമോ പോസ്റ്റ് ഓഫീസുകളിലായി ഈ സ്കീമിൽ നിക്ഷേപിക്കാം. 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം എന്നിങ്ങനെ 4 വ്യത്യസ്ത കാലാവധികളിലാണ് ഈ നിക്ഷേപം ലഭ്യമാകുന്നത്. കൂടാതെ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വന്തം പേരിലും അതിൽ താഴെയുള്ളവർക്ക് രക്ഷിതാക്കൾ വഴിയും അക്കൗണ്ട് ആരംഭിക്കാം. 2026 ജൂലൈ മുതലുള്ള നിരക്കുകൾ പ്രകാരം 1 വർഷത്തെ നിക്ഷേപത്തിന് 6.9%, 2 വർഷത്തേതിന് 7%, 3 വർഷത്തേതിന് 7.1% എന്നിങ്ങനെയാണ് പലിശ നിരക്ക്. കൂടാതെ 5 വർഷത്തെ നിക്ഷേപങ്ങൾക്ക് 7.5% എന്ന ഉയർന്ന പലിശ ലഭിക്കുന്നതോടൊപ്പം ആദായ നികുതി നിയമത്തിലെ 80C പ്രകാരമുള്ള നികുതി ഇളവുകൾക്കും അർഹതയുണ്ടായിരിക്കും. അടുത്തത് ചെറു സമ്പാദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. എല്ലാ മാസവും ഒരു നിശ്ചിത തുക വീതം തുടർച്ചയായി 5 വർഷത്തേക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഈ പദ്ധതിയിൽ പ്രതിമാസം ഏറ്റവും കുറഞ്ഞത് 100 രൂപ മുതൽ 10ന്റെ ഗുണിതങ്ങളായി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. നിലവിൽ 6.7% വാർഷിക പലിശ നിരക്ക്. ഈ സ്കീമിൽ പലിശ 3 മാസത്തിലൊരിക്കൽ കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നതിനാൽ കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപകർക്ക് വലിയൊരു തുക ഒരുമിച്ച് തിരികെ ലഭിക്കും. മുതിർന്നവർക്ക് തനിച്ചോ ജോയിന്റ് അക്കൗണ്ടായോ ഇതിൽ ചേരാം. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വന്തം പേരിലും ഈ അക്കൗണ്ട് ആരംഭിക്കാം. 5 വർഷത്തിന് ശേഷം ആവശ്യമെങ്കിൽ അക്കൗണ്ട് വീണ്ടും 5 വർഷത്തേക്ക് കൂടി നീട്ടാം. 1 വർഷത്തെ കൃത്യമായ നിക്ഷേപത്തിന് ശേഷം തുകയുടെ 50% വരെ വായ്പയായി എടുക്കാനും ഇതിൽ സൗകര്യമുണ്ട്. അടുത്തത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ്. ഒറ്റത്തവണയായി ഒരു തുക നിക്ഷേപിച്ച് അതിൽ നിന്നും എല്ലാ മാസവും കൃത്യമായൊരു പലിശ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന ഏറ്റവും സുരക്ഷിതമായൊരു പദ്ധതിയാണിത്. 5 വർഷ കാലാവധിയുള്ള ഈ സ്കീമിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം 1000 രൂപയാണ്. നിലവിലെ പരിഷ്കരിച്ച നിബന്ധനകൾ പ്രകാരം ഒരു വ്യക്തിക്ക് സിംഗിൾ അക്കൗണ്ടിലൂടെ പരമാവധി 9 ലക്ഷം രൂപ വരെയും ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് ജോയിന്റായി പരമാവധി 15 ലക്ഷം രൂപ വരെയും നിക്ഷേപിക്കാം. നിലവിലെ 7.4% ഇതിന്റെ പലിശ നിരക്ക്. പ്രതിമാസ പലിശ വരുമാനം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും. അടുത്തത് മുതിർന്ന പൗരന്മാർക്കായി നിക്ഷേപിക്കാവുന്ന ഏറ്റവും മികച്ച പദ്ധതിയായ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അഥവാ SCSS ആണ്. 60 വയസ്സ് കഴിഞ്ഞവർക്കും റിട്ടയർ ചെയ്തവർക്കും 5 വർഷ കാലാവധിയിൽ പരമാവധി 30 ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിൽ ഒറ്റത്തവണയായി നിക്ഷേപിക്കാം. 3 മാസത്തിലൊരിക്കൽ പലിശ വരുമാനം നൽകുന്ന ഈ സ്കീമിന് പോസ്റ്റ് ഓഫീസിലെ തന്നെ ഏറ്റവും ഉയർന്ന പലിശ നിരക്കായ 8.2% ലഭിക്കുന്നത്. അതോടൊപ്പം ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെയുള്ള നികുതി ഇളവും ലഭിക്കും. അടുത്തത് ദീർഘകാല നിക്ഷേപങ്ങളിലൂടെ വലിയൊരു തുക സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF. 15 വർഷ കാലാവധിയുള്ള ഈ പദ്ധതിയിൽ ഒരു സാമ്പത്തിക വർഷം കുറഞ്ഞത് 500 രൂപ മുതൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെ ഒറ്റത്തവണയായോ പല തവണകളായോ നിക്ഷേപിക്കാം.
2026 ജൂലൈ മാസം മുതൽ 7.1% ഇതിന് പലിശയായി ലഭിക്കുന്നത്. നിങ്ങൾ നടത്തുന്ന നിക്ഷേപത്തിനും ലഭിക്കുന്ന പലിശയ്ക്കും കാലാവധിക്ക് ശേഷം തിരികെ കിട്ടുന്ന മുഴുവൻ തുകയ്ക്കും ആദായനികുതി ഇളവ് ലഭിക്കും. ഇന്ത്യൻ പൗരന്മാർക്ക് സ്വന്തം പേരിലോ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിലോ ഈ അക്കൗണ്ട് ആരംഭിക്കാം. അടിയന്തര ഘട്ടങ്ങളിൽ 3-ാം വർഷം മുതൽ വായ്പ എടുക്കാനും 7-ാം വർഷം മുതൽ ഭാഗികമായി പണം പിൻവലിക്കാനും ഇതിൽ സൗകര്യമുണ്ട്. അടുത്തത് നിക്ഷേപിക്കുന്ന തുക കൃത്യമായി ഇരട്ടിയായി തിരികെ നൽകുന്ന കിസാൻ വികാസ് പത്ര അഥവാ KVP ആണ്. കർഷകർക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇതിൽ നിക്ഷേപിക്കാം. കോമ്പൗണ്ട് പലിശ ലഭിക്കുന്ന ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന തുക 115 മാസങ്ങൾ, അതായത് 9 വർഷവും 7 മാസവും കഴിയുമ്പോൾ കൃത്യം ഇരട്ടിയായി തിരികെ ലഭിക്കും. ഈ പദ്ധതിയുടെ ജൂലൈ മുതലുള്ള പലിശ നിരക്ക് 7.5%. അടുത്തത് പെൺകുട്ടികളുടെ ഉന്നത പഠനത്തിനും വിവാഹ ആവശ്യങ്ങൾക്കുമായി പണം സ്വരൂപിക്കാൻ മാതാപിതാക്കളെ സഹായിക്കുന്ന പദ്ധതിയായ സുകന്യ സമൃദ്ധി യോജനയാണ്. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ ഒരു വർഷം 250 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. 21 വർഷമാണ് പദ്ധതിയുടെ കാലാവധിയെങ്കിലും ആദ്യത്തെ 15 വർഷം മാത്രം തുക അടച്ചാൽ മതിയാകും. പൂർണ്ണമായ ആദായനികുതി ഇളവുള്ള ഈ പദ്ധതിക്ക് 8.2% പലിശ. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഇതിൽ ലഭിക്കുന്ന കൂട്ടുപലിശയുടെ ശക്തിയാണ്. ഇതിലൂടെ കാലാവധി പൂർത്തിയാകുമ്പോൾ മാതാപിതാക്കൾ നിക്ഷേപിച്ച തുകയേക്കാൾ വളരെ വലിയൊരു തുക പെൺകുട്ടികൾക്ക് സമ്പാദ്യമായി തിരികെ ലഭിക്കും. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് മാത്രമേ ഈ അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കൂ. എന്നാൽ ആദ്യത്തെ പ്രസവത്തിലോ 2ാമത്തെ പ്രസവത്തിലോ ഇരട്ട കുട്ടികളോ 3 കുട്ടികളോ ഉണ്ടായാൽ നിശ്ചിത രേഖകൾ ഹാജരാക്കി അതിൽ കൂടുതൽ അക്കൗണ്ടുകൾ അനുവദിക്കും. ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം നിക്ഷേപിക്കുന്ന തുകയ്ക്കും ലഭിക്കുന്ന പലിശയ്ക്കും കാലാവധി കഴിഞ്ഞ് പിൻവലിക്കുന്ന തുകയ്ക്കും പൂർണ്ണമായ നികുതി ഇളവ് ലഭിക്കും. പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.